തുമ്പക്കുടത്തിൻ തുഞ്ചത്തായൂഞ്ഞാലിടാം തുമ്പി വാ തുമ്പക്കുടത്തിൻ തുഞ്ചത്തായൂഞ്ഞാലിടാം ആകാശ പൊന്നാഴിഴകളിലായത്തിൽ തൊട്ടേ വരാം ആകാശ പൊന്നാഴിഴകളിലായത്തിൽ തൊട്ടേ വരാം തുമ്പി വാ തുമ്പക്കുടത്തിൻ തുഞ്ചത്തായൂഞ്ഞാലിടാം. എല്ലാവർക്കും ഒപ്പത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് ഞങ്ങളിലൊപ്പം ഒരു കൊച്ചു ഗായികയാണ്. സോഷ്യൽ മീഡിയയിൽ ഷീ ഈസ് വെരി ഫേമസ്. സോ ലെറ്റ്സ് മീറ്റ് സോജി ജോർജ്. ഹായ്, ഹൗ ആർ യു? ലേറ്റസ്റ്റ് ഞാനൊരു വീഡിയോ കണ്ടു, മോളുടെ കുറേ ലൈക്സ് ഒക്കെ കിട്ടിയ വീഡിയോസ്, കുറേ ആൾക്കാർ ലൈക്സ് ഒക്കെ തന്നു. സോ ഹൗ ഡു യു ലൈക്ക്, എത്ര വർഷമായി ഇപ്പൊ പാട്ടൊക്കെ പഠിക്കുന്നത്? ഞാനിപ്പോൾ 6 വർഷമായി പാട്ട് പഠിക്കാൻ തുടങ്ങിയിട്ട്. ഡോക്ടർ വർദ്ധ കൂടുപോലയുടെ അടുത്താണ് പഠിക്കുന്നത്. ഹിന്ദുസ്ഥാനിയാണ് പഠിക്കുന്നത്. അപ്പം ഇപ്പം ചേച്ചി പറഞ്ഞ പോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ശിങ്കാരവേലിന് ഈ പാട്ട് 3 ലക്ഷത്തോളം ആൾക്കാർ മൊത്തത്തിൽ സോഷ്യൽ മീഡിയ മൊത്തത്തിൽ കണ്ടു. അത് കോമ്പറ്റീഷൻ സ്വരമഞ്ജരി സോ യു ആർ മോർ ഇൻടു ഹിന്ദുസ്ഥാനി. പഠിച്ചതൊക്കെ ഹിന്ദുസ്ഥാനിയാണ്. കർണാട്ടിക് ഇല്ല, ഹിന്ദുസ്ഥാനി. എത്ര വർഷമായി പഠിക്കുന്നത്? 6 വർഷമായി പഠിക്കുന്നത്. സോ എങ്ങനെ ഇവിടെ മഹാരാഷ്ട്രയിൽ ഐ തിങ്ക് മെനി പീപ്പിൾ നോ യു ഓഫ് സിംഗിങ് മറാഠി സോങ്സ് ഇല്ലേ? സോ എങ്ങനെയാണ് മറാഠി സോങ്ങിലൊരു ഇഷ്ടം വന്നത്? ഞാൻ ആദ്യം മുതൽ പറഞ്ഞ സ്റ്റേജ് തുടങ്ങിയ തന്നെ മറാഠി തന്നെയാണ്. മറാഠി സോങ്സ് ഒന്നും പഠിക്കാതെ മറാഠി സോങ്സ് പാടിയിരുന്നത്. അപ്പൊ ആൾക്കാർക്ക് പാട്ട് ഇഷ്ടപ്പെടുമ്പോ അമ്മയോട് പറയും കുട്ടി നല്ലതായിട്ട് പാടും, കുട്ടിയെ പാട്ട് പഠിപ്പിക്കാൻ വിടും. അപ്പൊ അങ്ങനെ ഇവിടെ ഒരു പാട്ട് പഠിക്കാൻ വിട്ടു. ഹിന്ദുസ്ഥാനിയാണ് പഠിക്കാൻ തുടങ്ങിയത്. എങ്ങനെ അപ്പൊ ഹിന്ദുസ്ഥാനി കഴിഞ്ഞു എല്ലാം പഠിച്ചു? ഹിന്ദുസ്ഥാനി ഞാനിപ്പം 5 പരീക്ഷ എഴുതി കഴിഞ്ഞു. പ്ലസ് ലൈറ്റ് മ്യൂസിക്, മറാഠി, ഹിന്ദുസ്ഥാനി തന്നെ 5 എണ്ണം എഴുതി. ഓക്കെ. സോ എന്തൊക്കെ അച്ചീവ്മെന്റ്സ് മോള് ഇപ്പൊ ഇതുവരെ? അച്ചീവ്മെന്റ്സ് ഒരുപാട് കിട്ടിയിട്ടുണ്ട്. ആദ്യം സ്റ്റേറ്റ് ലെവലിലാണ് കിട്ടിയിരിക്കുന്നത്, പലുസ്കർ അവാർഡ് എന്ന് പറഞ്ഞ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നാഷണൽ ലെവല് ക്ലാസിക്കൽ വോയിസ് ഓഫ് ഇന്ത്യ, സംഗീത് മിലൻ. പിന്നെ സ്കോളർഷിപ്സ് കിട്ടിയിട്ടുണ്ട്. ആദ്യം ഗവൺമെന്റ് ഒരു സ്കോളർഷിപ്പ് ഉണ്ട്, CCRT എന്ന് പറഞ്ഞ്. അപ്പൊ അവര് ഇന്ത്യന് ടോപ്പ് 10 മൊത്തത്തിൽ ടോപ്പ് 10 ആയിട്ട് എന്നെ സെലക്ട് ചെയ്തായിരുന്നു ഹൈദരാബാദിൽ ഒരു ഫെയറിന് വേണ്ടി. പക്ഷെ എക്സാംസ് ആയതുകൊണ്ട് പോകാൻ പറ്റിയില്ല. പിന്നെ സ്റ്റേറ്റ് ലെവൽസിൽ ഒരുപാട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇപ്പം കഴിഞ്ഞിടെ കിട്ടിയ അച്ചീവ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ കാസ മറിയ എന്നാണ് പറഞ്ഞത്, ബോറിവിലിനടുത്ത് ഒരു സ്കോളർഷിപ്പ് ആയിരുന്നു. അതിനകത്തിൽ നമുക്ക് പാട്ട് പഠിക്കാനുള്ള സ്കോളർഷിപ്പും പിന്നെ എൻ്റെ മുന്നോട്ട് ഇത് ചെയ്യാനുള്ള സ്കോളർഷിപ്പും കിട്ടുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് എൻ്റെ പാട്ട് ഇഷ്ടപ്പെട്ടിട്ട് എൻ്റെ ഗുരുവിൻ്റെ ഫീസ് ആങ്കിൾ ഏറ്റെടുത്തു. പിന്നെ പഠിക്കാനുള്ള ഫീസും ആങ്കിൾ ഏറ്റെടുത്തു പാട്ട് ഇഷ്ടപ്പെട്ടിട്ട്. പിന്നെ ദാദറിൽ ഒരുപാട് നടന്നിട്ടുണ്ട്. പിന്നെ ഡ്രാമ ഷോസ് നടത്തിയിട്ടുണ്ട്. ഡ്രാമ എന്ന് പറഞ്ഞാൽ ആക്ടിങ് ചെയ്ത് പാട്ടും പാടുക, നാടകം കൂടിയാണ്. അത്രയില്ല, നമ്മൾ പാട്ട് പാടി. അപ്പൊ അത് ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത മാസം എന്നെ വയലാർ രാമവർമ്മ സാംസ്കാരിക വേദി പുത്തരിക്കണ്ടം മൈതാനത്തിൽ എൻ്റെ വലിയൊരു കച്ചേരിയും പ്രോഗ്രാമും നടക്കുന്നുണ്ട്. വലിയ ചിത്ര ചേച്ചി, സുജാത ചേച്ചി എല്ലാം വരുന്നുണ്ട് പാട്ട് കേൾക്കാൻ. അപ്പൊ അവിടെ എനിക്ക് പാട്ട് ശ്രീ മണക്കാട് രാമേന്ദ്രൻ സർ, അവര് ആ അങ്കിളാണ് വിളിച്ചിരിക്കുന്നത്. സോ യു പെർഫോം ഓൾ ഓവർ ദ വേൾഡ്, ഇങ്ങനെ പല ഔട്ട് ഓഫ് ഇന്ത്യ ഓൾസോ പെർഫോം ചെയ്യാൻ പോകാറുണ്ട് അല്ലേ? എവിടെയൊക്കെ?
ഞാൻ ദുബായ് പെർഫോം ചെയ്തിട്ടുണ്ട്. ദുബായില് ആദ്യമായിട്ടാണ് അബ്രോഡായിട്ട് പോകുന്നത്. പക്ഷേ ഇന്ത്യയിൽ തന്നെ UP, പിന്നെ ഗുജറാത്ത്, പിന്നെ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇനി അടുത്ത മാസം, പിന്നെ മഹാരാഷ്ട്ര ഓൾ മൊത്തത്തിൽ. മലയാളം പാട്ട് എന്തായാലും പാടാറുണ്ട്. ഒരു മഞ്ഞു തുള്ളി ഉറങ്ങി നീരമെന്തിനു തേനിലാവിൻ വിരഹമെന്നാലും മയങ്ങി പുലരിതൻ ചുംബനക്കുമമല്ലേ ഹൃദയനിയാക്കി അവളെ പനിമലരാക്കി. മോളെ ഇടയ്ക്ക് പറഞ്ഞു നാടകം ചെയ്യാറുണ്ട്, പക്ഷെ അതൊരു ഡിഫറെന്റ് വേ ആയിട്ട്. സോ അതിൽ നമുക്കൊന്ന് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് അത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇറ്റ്സ് ഇൻ മറാഠി, റൈറ്റ്? സോ ജസ്റ്റ് ആക്ടിംഗ് ആണ്. നമ്മൾ സ്റ്റേജിലോട്ട് വരുമ്പോൾ ആ പാട്ടിന്റെ ആക്ടിങ് ആ നാടകത്തിനനുസരിച്ചിരിക്കും അവര്. സോ യു ആക്ട് ആൻഡ് സിംഗ് ടുഗദർ, റൈറ്റ്? अंगणी पारिजात फुलला, अंगणी पारिजात फुलला, अंगणी ഓക്കെ. സോ മമ്മ ഡാഡി ഒക്കെ നല്ല, ഐ തിങ്ക് അവര് നല്ല സപ്പോർട്ടാണ്. And you should be very lucky for that. I wish you all the best for the future. നമുക്കിനി നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. ഒപ്പത്തിന്റെ ഒരു ബെസ്റ്റ് നെക്സ്റ്റ് ഗ്രേറ്റ് ആർട്ടിസ്റ്റ് ആയിട്ട് നമുക്ക് തിരിച്ചു വരാം. ബൈ. ഇനി കേരള കൈറ്റ്സിൽ ചില മുംബൈ വിശേഷങ്ങൾ അറിയാം. ഡോംബിവലി ശ്രീ പൊന്നുഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിന്റെ 36ാമത് വാർഷിക പ്രതിഷ്ഠാദിന ചടങ്ങുകൾ വിപുലമായി ആചരിച്ചു. ഡോംബിവലി ശ്രീ പൊന്നുഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിന്റെ 36ാമത് വാർഷിക പ്രതിഷ്ഠാദിന ചടങ്ങുകൾ വിപുലമായി ആചരിച്ചു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പുഴക്കര ചേനാസ് നാരായണൻ നമ്പൂതിരിപ്പാടിന്റെയും ശ്രീകാന്ത് നമ്പൂതിരിപ്പാടിന്റെയും മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ നടന്നത്. വിവിധ ചടങ്ങുകൾക്ക് ശേഷം നടന്ന ഭാഗവത സപ്താഹ മഹായജ്ഞത്തിൽ പ്രൊഫസർ ഒറവങ്കര അച്യുതൻ നമ്പൂതിരി പ്രഭാഷണം നടത്തി. കമ്മിറ്റി പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് കെ രാജീവ്, സെക്രട്ടറി വത്സലൻ കെ നായർ, ജോയിന്റ് സെക്രട്ടറി KN ജനാർദ്ദനൻ, ട്രഷറർ ES ചന്ദ്രൻ, ജോയിന്റ് ട്രഷറർ R ഗോപാലകൃഷ്ണൻ നായർ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. വിവിധ ദിവസങ്ങളിലായി നിരവധി പേർ അവതരിപ്പിച്ച ശാസ്ത്രീയ നൃത്തനൃത്യങ്ങൾ പരിപാടികൾക്ക് മാറ്റുകൂട്ടി. മുംബൈയിലെ നാടകരംഗം സജീവമാക്കാൻ ഖാർഗർ കേരള സമാജം രംഗത്ത്. ആദ്യ പ്രതിമാസ നാടകത്തിന് മികച്ച പ്രതികരണം. മുംബൈയിലെ നാടകരംഗത്തിന് പുത്തൻ ഉണർവ് സമ്മാനിക്കാൻ ഖാർഗർ മലയാളി സമാജം വേദിയൊരുക്കുന്നു. എല്ലാ മാസവും നാടകം അവതരിപ്പിക്കാൻ ഒരു സ്ഥിരം വേദി നൽകുകയും അണിയറ പ്രവർത്തകരും ആസ്വാദകരും തമ്മിൽ സംവദിക്കാൻ അവസരമൊരുക്കുകയുമാണ്. ഇതിന്റെ ഭാഗമായി നടന്ന ആദ്യ പ്രദർശനം കാണാൻ നിരവധി പേർ എത്തി. എനിക്കൊരു മോനും ഒരു മോളും ഉണ്ട്. അവർ രണ്ടുപേരും വന്നിട്ടുണ്ടായിരുന്നു നാടകം കാണാനായിട്ട്. അപ്പോൾ അവർക്കൊക്കെ ഉള്ളൊരു വളരെ വലിയൊരു പ്രചോദനമായിട്ട് എനിക്കിതിനെ ഞാൻ കണക്കാക്കുന്നു. മുംബൈ ഭാഷാ പ്രചാരണ സംഘം അവതരിപ്പിച്ച നാടകം നാട്ടുപച്ച ആയിരുന്നു അരങ്ങേറിയത്. മുംബൈയിലെ ജനിച്ചു വളർന്ന ഒരു വട്ടം കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇങ്ങനൊരു നാടകം, ഇങ്ങനൊരു വലിയൊരു പ്രദേശങ്ങളിൽ ഒരുപാട് 15 ഖാർഗർ സിഡ്കോ ഗാർഡനിലെ ആംഫി തിയേറ്ററിൽ നടന്ന ചടങ്ങിൽ സമാജം പ്രസിഡന്റ് സുമാ സുനിൽ, സെക്രട്ടറി T ശ്രീകുമാർ, നാടക വിഭാഗം തലവൻ രാമകൃഷ്ണൻ എന്നിവർ സംബന്ധിച്ചു. ബോംബെയിൽ ആകമാനമുള്ള നാടക പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കേണ്ട ഒരു കടമ കൂടി സമാജത്തിനുണ്ട് എന്ന് സമാജം പ്രവർത്തകർ വിശ്വസിക്കുന്നു. മാസത്തിലൊരിക്കൽ നാടകത്തെക്കുറിച്ചുള്ള ഒരു പരിപാടി നടത്തുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഡോംബിവലി അമലമാതാ പള്ളിയിൽ പുതുതായി നിയമിതനായ ഫാദർ ഷീൻ ചിറ്റാറ്റുകരയ്ക്ക് ഇടവക അംഗങ്ങൾ വരവേൽപ്പ് നൽകി. മുംബൈ കല്യാൺ രൂപതയിലെ ഏറ്റവും വലിയ ഇടവകയായ ഡോംബിവലി അമലമാതാ പള്ളിയിൽ പുതുതായി നിയമിതനായ ഫാദർ ഷീൻ ചിറ്റാറ്റുകരയ്ക്ക് ഇടവകാംഗങ്ങൾ വരവേൽപ്പ് നൽകി.
രൂപതാധികാരി ഫാദർ ഇമ്മാനുവൽ കാടൻകാവിൽ, സ്ഥലം മാറിപ്പോകുന്ന ഫാദർ ബിജു, ഫാദർ സെബാസ്റ്റ്യൻ, ഫാദർ പോൾ, ഫാദർ ഷിജോ, അസോസിയേഷൻ ഭാരവാഹികൾ തുടങ്ങിയവർ സംബന്ധിച്ചു. കേരള കൈറ്റ്സിലെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. മറുനാടൻ മലയാളികളുടെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും അടുത്ത ആഴ്ച കാണാം.